അടുത്ത ടോപ്പിക്ക് ക്യാഷ് മെമ്മറി. അപ്പോൾ ഈ ടോപ്പിക്ക് വരുന്നത് 5th മൊഡ്യൂളിൻ്റെ 2nd പാർട്ടിലാണ്. മെമ്മറി സിസ്റ്റത്തിൻ്റെ അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ അതിന് മുന്നുള്ള മെമ്മറി ടൈപ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റാമൊക്കെ പഠിച്ചതല്ലേ, സെമി കണ്ടക്ടർ റാം മെമ്മറീസ്, അതുപോലെ തന്നെ സിങ്ക്രണസ്, ഡി റാം, എസ് റാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത പഠിക്കുന്നത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ ക്യാച്ച് മെമ്മറി. അപ്പോൾ ആദ്യം ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ടൈപ്പ് ഓഫ് മെമ്മറീനെ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പിരമിഡൊക്കെ വരച്ചിട്ട് അല്ലേ. അതിനകത്ത് ഈ ക്യാഷ് മെമ്മറി നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ക്യാഷ് മെമ്മറി രജിസ്റ്ററിൻ്റെയൊക്കെ തൊട്ട് താഴെ വന്നിരുന്നത് അല്ലേ. പ്രൈമറി മെമ്മറിയുടെയും സെക്കൻഡറി മെമ്മറിയുടെയൊക്കെ മേളിലാണ് ക്യാഷ് മെമ്മറി വന്നിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഭയങ്കര സ്മോളർ മെമ്മറിയാണ്, അതുപോലെ തന്നെ ഫാസ്റ്ററാണ്, ഹൈ കോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെമ്മറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ക്യാഷ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇവിടെ നോക്കിക്കേ, ക്യാഷ് മെമ്മറി എവിടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്തിരിക്കുന്നത്? ഇൻ ബിറ്റ്വീൻ CPU ആൻഡ് പ്രൈമറി മെമ്മറി അല്ലേ. CPUവിൻ്റെയും പ്രൈമറി മെമ്മറിയുടെയും ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ക്യാഷ് മെമ്മറി യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. മെയിൻ മെമ്മറിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ CPUവിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്, മെയിൻ മെമ്മറിയുടെ സ്പീഡ് കുറവാണ്. എന്തിനാണ് നമ്മൾ ഈ കമ്പാരിസൺ കൺസിഡർ ചെയ്യുന്നത്? എപ്പോഴും CPUവിന് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ ഡാറ്റയോ ഒക്കെ ഈ മെയിൻ മെമ്മറിയിൽ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടി വരിക അല്ലേ, CPUവിനുള്ളിലേക്ക് എടുത്തുകൊണ്ട് വരേണ്ടി വരിക ഫോർ എക്സിക്യൂഷൻ. അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണ്? മെയിൻ മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ ട്രാൻസ്ഫറാണ് മെയിൻ മെമ്മറിയിലേക്കും അല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫറാണ് നടക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്ലോവർ ആയിട്ടും ഫാസ്റ്റർ ആയിട്ടുള്ള രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ അതുപോലെ തന്നെ പെർഫോമൻസിനെ അത് ബാധിക്കും, കമ്മ്യൂണിക്കേഷൻ. അതായത് മെയിൻ മെമ്മറി വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ CPUവിൻ്റെ സ്പീഡിനൊപ്പം അതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, മെയിൻ മെമ്മറിയുടെ സ്പീഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? CPUവിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദ പ്രോസസ്സർ ഹാസ് ടു സ്പെൻഡ് മച്ച് ഓഫ് ഇറ്റ്സ് ടൈം വെയിറ്റിംഗ് വൈൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ആർ ബീയിങ് ഫെച്ച്ഡ് ഫ്രം ദ മെയിൻ മെമ്മറി. ഫെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒത്തിരി സമയം വേസ്റ്റായി പോവും, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പെർഫോമൻസിനെ, നമ്മുടെ CPUവിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്നൊരു പുതിയ മെമ്മറിയുടെ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി ഈ CPUവിൻ്റെയും പ്രൈമറി മെമ്മറിയുടെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ സ്മോൾ ആണെങ്കിലും എക്സ്പെൻസീവ് ആണെങ്കിലും എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പീഡപ്പ് ആൻഡ് സിങ്ക്രണൈസിങ് വിത്ത് ഹൈ സ്പീഡ് CPU. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക്രണൈസേഷനും സ്പീഡപ്പും കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോസ്റ്റ്ലിയർ ആണെന്ന് നമുക്കറിയാം. അതേസമയം എക്കണോമിക്കൽ ദാൻ CPU രജിസ്റ്റർ. ഈ CPUവിനകത്ത് എന്തുണ്ട്? രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് മെമ്മറിയുടെ കോസ്റ്റ് കുറവാണ്. എന്നാൽ പ്രൈമറി മെമ്മറിനെയും സെക്കൻഡറി മെമ്മറിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാഷിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ഇനി ക്യാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ആവറേജ് ടൈം ടു ആക്സസ് ഡാറ്റ ഫ്രം ദ മെമ്മറി. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ CPUവും മെമ്മറി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ മെമ്മറി ആക്സസ് ടൈമിൻ്റെ ഒരു ആവറേജ് ടൈം, മെമ്മറി ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെഡ്യൂസ് ദ ആവറേജ് ടൈം ടു ആക്സസ് ഡാറ്റ ഫ്രം ദ മെമ്മറി. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, the cache is a smaller and faster memory which stores copies of data from frequently used main memory locations. അതായത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ ആവശ്യം വന്നേക്കാവുന്ന ഇൻസ്ട്രക്ഷനെയോ ഡേറ്റയോ ഒക്കെ എടുത്ത് ക്യാഷ് മെമ്മറിയിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ CPUവിന് ഈ മെമ്മറിയിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ഫെച്ച് ചെയ്യണമെങ്കിൽ അത് മെമ്മറി പോയി ഫെച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഫാസ്റ്റായിട്ടുള്ള ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള, അതായത് ഭാവിയിൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഡാറ്റയെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുത്ത് ക്യാഷ് മെമ്മറിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ CPUവിന് ഈസി ആയിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഈ ഡാറ്റ എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ടേബിളിൽ വെക്കുക.
അല്ലേ? പേന, ബുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫോൺ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ടേബിളിൽ വെക്കുക. അല്ലാണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും സാധനം അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ ടേബിളിൽ വെക്കും? ഇല്ല. അത്യാവശ്യം അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടാവണം. ബാക്കിയൊക്കെ നമ്മൾ മാറ്റി മാറ്റി വെക്കും. അതായത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇനി അടുത്തത് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളെ, ഭാവിയിൽ ആവശ്യം വന്നേക്കുന്ന സാധനങ്ങളെ നമ്മളെടുത്ത് നമുക്ക് എത്തുന്ന ദൂരത്തിൽ വെക്കും. ദാറ്റ് ഈസ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സറിന് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പം പ്രൈമറി മെമ്മറിയിലേക്ക് പോകേണ്ടി വരുന്നില്ല. പകരം ക്യാഷ് മെമ്മറിയിൽ നിന്ന് അത് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ക്യാഷ് മെമ്മറീൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അതിൻ്റെ വേറൊരു ഡയഗ്രാം ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ വരച്ചിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡയഗ്രമാണ്. എവിടെയാണ് ക്യാഷ് മെമ്മറി ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പ്രോസസ്സറുണ്ട്, ക്യാഷ് ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, ക്യാഷ് കൺട്രോളറുണ്ട്. ക്യാഷ് കൺട്രോളറാണ് ക്യാഷിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡി റാമും എസ് റാമും പഠിച്ചായിരുന്നു, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. ഡൈനാമിക് റാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും എസ് റാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാഷ് എന്ന് പറയുന്ന മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എസ് റാം ആണ് യൂസ് ചെയ്യുന്നത്. എസ് റാം ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറി ഉണ്ടാക്കുന്നത്. അതേസമയം മെയിൻ മെമ്മറി ഉണ്ടാക്കുന്നത് ഡി റാം യൂസ് ചെയ്തിട്ടായിരിക്കും. എസ് റാം എന്ന് പറയുന്നത് ഫാസ്റ്റാണ്. ഓക്കെ, സ്റ്റാറ്റിക് റാം ഫാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ക്യാഷ് മെമ്മറി, അപ്പോൾ ക്യാഷ് മെമ്മറിയിലേക്ക് ക്യാഷ് മെമ്മറി ചെറുതാണ്, മെയിൻ മെമ്മറി എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിലെ എല്ലാ കാര്യങ്ങളും നമുക്കെടുത്ത് ക്യാഷ് മെമ്മറിയിലേക്ക്, ഇത് മെയിൻ മെമ്മറി, ഇത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറുതാണ്. മെയിൻ മെമ്മറിയിൽ ഒരുപാട് ഡാറ്റ ഉണ്ടാവും. അതെല്ലാം എടുത്ത് നമുക്ക് ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറിക്കകത്ത് ചെറിയ കുറച്ച് ലൊക്കേഷൻസേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. മെയിൻ മെമ്മറിയിൽ നിന്ന് ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ വേണം ക്യാഷിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി ആവശ്യം കഴിയുമ്പോൾ, ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ക്യാഷ് ഫുള്ളായി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഡാറ്റയെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും വേണം. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാവുന്ന ഡാറ്റയാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് അത് ക്യാഷിലേക്ക് കൊണ്ട് എളുപ്പത്തിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? പിന്നീട് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? ദാറ്റ് ഈസ് മെയിൻ മെമ്മറിയിൽ നിന്ന് എങ്ങനെ, ഏതൊക്കെ ബ്ലോക്സാണ് നമ്മൾ ക്യാഷിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് നമ്മൾ മാപ്പിംഗ് എന്ന് പറയും. മാപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ സെലക്ട് ചെയ്ത് ക്യാഷിൽ കൊണ്ട് വെക്കുന്നത്. ഇനി ക്യാഷ് എന്ന് പറയുന്ന ചെറിയ സൈസാണ്, അത് ഫുള്ളാകുന്ന സമയത്ത് നമുക്ക് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്സ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനകത്തെ സ്പേസ് വേക്കൻ്റ് ആക്കണം. അങ്ങനെ വേക്കൻ്റ് ആക്കണമെങ്കിൽ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏതെങ്കിലും ബ്ലോക്സ്, ഇനി അധികം ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ബ്ലോക്സിനെ റിമൂവ് ചെയ്യണം ക്യാഷിൽ നിന്ന്. അതിനെ റീപ്ലേസ്മെൻ്റ് എന്നും പറയും. അപ്പോൾ മാപ്പിങ്ങും റീപ്ലേസ്മെൻറ്റുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിനു മുന്നേ ഈ ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. അപ്പോൾ പ്രോസസ്സറിന് ആവശ്യം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആവശ്യം വന്നേക്കാവുന്ന ആ ഒരു ഡേറ്റയെ ക്യാഷിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമല്ലോ പ്രോസസ്സറിന് ഫ്യൂച്ചറിൽ എന്തൊക്കെ ആവശ്യം വന്നേക്കാമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഏത് ഡേറ്റയാണ് അങ്ങനെ ആവശ്യം വന്നേക്കാവുന്നത് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് പ്രോഗ്രാംസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് many instructions in localized areas of a program are executed repeatedly during some period of time while others are accessed relatively less frequently. ഇപ്പോൾ ഒരു പ്രോഗ്രാമിനെ പ്രോസസ്സർ റൺ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോസസ്സറല്ല മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണെങ്കിൽ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ചില പോർഷൻസിനെ ചില ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ്സറിന് കൂടെ ഫെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദീസ് ഇൻസ്ട്രക്ഷൻസ് മേ ബി the ones in a loop, nested loop or few features calling each other repeatedly. അപ്പം ലൂപ്പ് പോലുള്ള ഇൻസ്ട്രക്ഷന് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മറ്റൊരു ഇൻസ്ട്രക്ഷനെ then അത് തിരിച്ചും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ പരസ്പരം കോൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇതിൻ്റെയൊക്കെ കേസിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഇവരെയൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോസസ്സറിന് ഇനി ഭാവിയിൽ ആവശ്യം വന്നേക്കാം എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിനെയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഇനി 2 തരത്തിലുള്ള ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ഉണ്ട്, ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എക്സിക്യൂട്ടഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് അഗെയിൻ വെരി സൂൺ. അതായത് ഏറ്റവും റീസെൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷനെ വെരി സൂൺ തന്നെ നമുക്ക് ആവശ്യം വരും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതാണ് ടെമ്പറൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ഇനി അടുത്തത് സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വിത്ത് അഡ്രസ്സസ് ക്ലോസ് ടു എ റീസെൻ്റ്ലി ഇൻസ്ട്രക്ഷൻ ആർ ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് സൂൺ. അപ്പോൾ ഇപ്പം എക്സിക്യൂട്ട് ചെയ്ത ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിന് അടുത്ത് കിടക്കുന്ന ഇൻസ്ട്രക്ഷനെ ചിലപ്പം ഭാവിയിൽ ഉപയോഗിച്ചേക്കാം. ആ ഒരു അസംഷനെയാണ് നമ്മൾ സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ സാധ്യത പ്രെഡിക്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബേസിക് ക്യാഷ് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സർ ഇവിടെ ഒരു റീഡ് റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യാണ്. എന്ന് വെച്ചാൽ മെമ്മറിയിൽ നിന്ന് സം ഡേറ്റയെ റീഡ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ആ വേർഡ്, ഇപ്പം എന്ത് ഡേറ്റയാണോ പ്രോസസ്സർ വേണമെന്ന് പറഞ്ഞത് ആ ഒരു കംപ്ലീറ്റ് ബ്ലോക്കിനെ, ഒരു ബ്ലോക്കിനകത്ത് കുറേ വേർഡ്സ് ഉണ്ടാകും കേട്ടോ, ഒരു സെറ്റ് ഓഫ് വേർഡ്സിനെ ബ്ലോക്ക് എന്ന് പറയും, ആ ഫുൾ ബ്ലോക്കിനെ എടുത്ത് ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുവരും. ദെൻ ദ വൺ വേർഡ് അറ്റ് എ subsequent references to the data in this block of words are found in the cache. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സർ ഒരു വേർഡ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, റീഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് ആ വേർഡ് അടങ്ങുന്ന ആ വേർഡും അതിൻ്റെ കൂടെയുള്ള ഒരു കംപ്ലീറ്റ് ബ്ലോക്കിനെ എടുത്ത് ക്യാഷിലേക്ക് കൊണ്ടുവരും. At any given time, only some blocks in the main memory are held in the cache. Which blocks in the main memory in the cache is determined by the mapping function. അപ്പോൾ മാപ്പിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ക്യാഷിൻ്റെ സൈസ് വളരെ ചെറുതാണ്, മെയിൻ മെമ്മറി വളരെ വലുതാണ്. മെയിൻ മെമ്മറിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ക്യാഷിലെടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക്കില്ല അല്ലേ. അപ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രമാണ് നമ്മൾ ക്യാഷിൽ വെക്കുക. അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുക. അത് മാപ്പിംഗ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ മെമ്മറിയിലെ ഏതൊക്കെ ബ്ലോക്സ് ക്യാഷ് മെമ്മറിയിൽ കൊണ്ട് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്തുപയോഗിച്ചാണ്, ഒരു മാപ്പിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി ക്യാഷ് ഫുള്ളായി, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സിനെ എല്ലാം, ഉപയോഗിക്കാൻ സാധ്യതയുള്ള ബ്ലോക്സിനെ എല്ലാം കൊണ്ട് നേരത്തെ ക്യാഷിൽ വെച്ചു, ക്യാഷ് ഫുള്ളായി കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു ബ്ലോക്കിനെ കൂടി പ്ലേസ് ചെയ്യണമെങ്കിൽ, വെൻ ദ ക്യാഷ് ഈസ് ഫുൾ ആൻഡ് എ ബ്ലോക്ക് ഓഫ് വേർഡ്സ് നീഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം മെയിൻ മെമ്മറി. അപ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. സം ബ്ലോക്ക് ഓഫ് ദ വേർഡ്സ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്. ഏത് റീപ്ലേസ് ചെയ്യും അത് തീരുമാനിക്കുന്നതിനെ റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം എന്ന് വിളിക്കും. റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോസസ്സർ ഒരു റീഡ് റിക്വസ്റ്റ് ഇനിഷ്യേറ്റ്, എന്തെങ്കിലും ഒരു കാര്യം റീഡ് ചെയ്യുന്ന സമയത്ത് അത് ക്യാഷിൽ നോക്കും, ഇല്ലെങ്കിൽ അത് മെമ്മറിയിൽ നിന്ന് തന്നെ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ഫുൾ ബ്ലോക്കിനെ എവിടെ വയ്ക്കും, ക്യാഷ് മെമ്മറിയിൽ വയ്ക്കും. ദെൻ ആവശ്യമുള്ള വേർഡിനെ മാത്രം ആദ്യമേ പ്രോസസ്സറിന് കൊടുക്കും, ബാക്കിയെല്ലാം ക്യാഷിൽ വയ്ക്കും. കാര്യം നമ്മുടെ അസംഷൻ എന്താണ്, ഇപ്പം യൂസ് ചെയ്ത ഡാറ്റയുടെ കളക്ഷനാണ്, അല്ലെങ്കിൽ അതിനടുത്തുള്ള ഡാറ്റ എല്ലാം ഉണ്ട്, അത് ഭാവിയിൽ ഉപയോഗം വന്നേക്കും. ആ ഒരു അസംഷനിൽ ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ക്യാഷ് ഹിറ്റ് ആൻഡ് ക്യാഷ് മിസ്, ഇതുകൂടി നോക്കാം. പ്രോസസ്സറിന് ക്യാഷിൻ്റെ എക്സിസ്റ്റൻസ് അറിയില്ല.
പ്രോസസ്സർ ഒരു റീഡ് ഓർ റൈറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു റീഡ് അല്ലെങ്കിൽ ഒരു റൈറ്റ് കൊടുക്കുന്ന സമയത്ത് നോക്കും ഈ ഡാറ്റ ക്യാഷിലുണ്ടോ, ക്യാഷിൽ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ആദ്യം നോക്കും. ഇഫ് ഡാറ്റ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്യാഷ് ഇറ്റ്സ് കോൾഡ് റീഡ് ഹിറ്റ്. ക്യാഷ് ഹിറ്റിൽ റീഡ് ഹിറ്റും ഉണ്ട്, റൈറ്റ് ഹിറ്റും ഉണ്ട്. അപ്പോൾ റീഡ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സറിന് ഒരു സാധനം റീഡ് ചെയ്യണം, ആദ്യം പോയി ക്യാഷിലാണ് നോക്കുന്നത്, മെയിൻ മെമ്മറിയിലല്ലേ. ക്യാഷിലുണ്ടെങ്കിൽ എളുപ്പമായി അല്ലേ. അപ്പോൾ ക്യാഷ് മെമ്മറിയിൽ നോക്കുമ്പോൾ അതുണ്ട്, നന്നായി, അത് റീഡ് ചെയ്തെടുക്കും. അതിനെ നമ്മൾ റീഡ് ഹിറ്റ് എന്ന് പറയും, ഹിറ്റായി. ഇനി റൈറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സറിന് എന്തെങ്കിലും ഒരു കാര്യം മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ CPU-ന് എന്തെങ്കിലും ഒരു കാര്യം മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം, അഡ്രസ്സ് അറിയാം. ആദ്യം ക്യാഷിൽ പോയി നോക്കും, അതിൻ്റെ റെപ്ലിക്ക ക്യാഷിലുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം പറയുകയാണേ. മെയിൻ മെമ്മറിയിൽ ഒരു ലൊക്കേഷനിൽ x=5 ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോസസ്സറിന് എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ 5-ൽ നിന്ന് 3-ലേക്ക് ആക്കണം. അപ്പോൾ ഈ സെയിം റെപ്ലിക്ക ക്യാഷിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിലെയും അപ്ഡേറ്റ് ചെയ്യണം, മെയിൻ മെമ്മറിയിലും ഈ റൈറ്റ് ചെയ്യണം. കാര്യം മെയിൻ മെമ്മറി മാത്രം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ഈ വാരിയബിളിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് ക്യാഷിലാണ്. ക്യാഷിൽ അപ്ഡേറ്റഡ് വാല്യൂ കൊടുത്തില്ലെങ്കിൽ പഴയ 5 തന്നെയായിരിക്കും റീഡ് ചെയ്തെടുക്കുക. മെയിൻ മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യം പ്രോസസ്സറിന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷിൽ റെപ്ലിക്ക ഉണ്ടെങ്കിൽ ആ ക്യാഷും മെയിൻ മെമ്മറിയിലെ ആക്ച്വൽ വേർഡും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് റൈറ്റ് ഓപ്പറേഷൻ്റെ കേസിൽ. ഓക്കെ, ഇതിനെ നമ്മൾ റൈറ്റ് ത്രൂ പ്രോട്ടോക്കോൾ എന്ന് പറയും. അപ്ഡേറ്റ് ദ കണ്ടൻസ് ഓഫ് ദി ക്യാഷ് ആൻഡ് മാർക്ക് ഇറ്റ് ആസ് അപ്ഡേറ്റഡ് ബൈ സെറ്റിംഗ് ദ ബിറ്റ് നോൺ ആസ് ഡർട്ടി ബിറ്റ് ഓർ മോഡിഫൈഡ് ബിറ്റ്. അപ്പോൾ ക്യാഷിൽ നോക്കുമ്പോൾ അതുണ്ട്, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബിറ്റ് സെറ്റ് ചെയ്യും. ദാറ്റ് ബിറ്റ് ഇസ് നോൺ ആസ് ഡർട്ടി ബിറ്റ് ഓർ മോഡിഫൈഡ് ബിറ്റ്. ഇനി അതേസമയം അടുത്തത് ക്യാഷ് മിസ്. ഇഫ് ഡാറ്റ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്യാഷ്, പ്രോസസ്സറിന് ഒരു ഡാറ്റ റീഡ് ചെയ്യണം ഫ്രം മെയിൻ മെമ്മറി, ആദ്യം ക്യാഷിൽ പോയി നോക്കും, ഇല്ല, സാധനം അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, പ്രോസസ്സർ നേരെ പോയി മെയിൻ മെമ്മറിയിൽ നിന്ന് തന്നെ അത് റീഡ് ചെയ്യും. ഓക്കെ, ദ ബ്ലോക്ക് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് ദിസ് റിക്വസ്റ്റഡ് വേർഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആവശ്യമുള്ള വേർഡിനെ മാത്രം, അതായത് പ്രോസസ്സർ അറ്റ് എ ടൈം ഒരു വേർഡിനെയാണല്ലോ ആക്സസ് ചെയ്യുക, പക്ഷേ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഒരു വേർഡിനെ മാത്രമല്ല, വേർഡ്സിൻ്റെ കളക്ഷനായിട്ടുള്ള ഒരു ബ്ലോക്കിന് തന്നെയായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് അത് ക്യാഷിൽ വയ്ക്കും. ആവശ്യമുള്ള വേർഡിനെ മാത്രം പ്രോസസ്സറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പം അതായത് ഇപ്പോൾ നമ്മുടെ പ്രോസസ്സർ, ഇത് നമ്മുടെ ക്യാഷ്. അപ്പോൾ പ്രോസസ്സർ റീഡ് ചെയ്യാണ്. ഇവിടെ പ്രൈമറി മെമ്മറി ഉണ്ട്. ഓക്കെ, റീഡ് ചെയ്യാൻ നേരം ആദ്യം ക്യാഷിലായിരിക്കും നോക്കുന്നത്. ക്യാഷിൽ നോക്കിയിട്ട് അതവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ പ്രൈമറി മെമ്മറിയിൽ പോയി അതെടുക്കും. എടുത്തിട്ട് ആ പർട്ടിക്കുലർ ബ്ലോക്കിനെ, ആ ഒരു ഫുൾ ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആവശ്യപ്പെട്ട പർട്ടിക്കുലർ വേർഡിനെ മാത്രം പ്രോസസ്സറിലേക്ക് ആദ്യമേ സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ബാക്കി ആ ഹോൾ ബ്ലോക്കിനെ നമ്മൾ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ആവശ്യമുള്ള റിക്വസ്റ്റഡ് വേർഡിനെ മാത്രം പ്രോസസ്സറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ലോഡ് ത്രൂ അല്ലെങ്കിൽ ഏർലി സ്റ്റാർട്ട് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള വേർഡിനെ ആദ്യമേ നമുക്ക് പ്രോസസ്സറിലേക്ക് കൊടുക്കണം, ലാഗ് ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ റൈറ്റ് മിസ് എന്ന് പറയുമ്പോൾ പ്രോസസ്സർ റൈറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ക്യാഷിൽ റെപ്ലിക്ക ഇല്ലെന്ന് വിചാരിക്കുക, എളുപ്പമായി. ക്യാഷിൽ റെപ്ലിക്ക ഉണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യണം, അതിനെ റൈറ്റ് ചെയ്യണം, മെയിൻ മെമ്മറിയിലും പോയി റൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പ്രൈമറി മെമ്മറിയിലും പോയി റൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റെപ്ലിക്ക ക്യാഷിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, then the contents of the main memory updated directly. If the write back protocol is used, the block containing the addressed word is first brought into the cache. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ബാക്ക് പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതിനെയാണോ റൈറ്റ് ചെയ്തത് അത് ക്യാഷിൽ ഇല്ലായിരുന്നല്ലോ, സോ ക്യാഷിൽ വെക്കണം. നമ്മുടെ അസംഷൻ ഇതാണ്, അത് ഭാവിയിലും ആവശ്യം വന്നേക്കാം. സോ പ്രോസസ്സറിന് ഭാവിയിൽ ആവശ്യം വന്നേക്കാമെന്ന് വിചാരിച്ച്
മെയിൻ മെമ്മറിയിൽ നിന്ന് ആ ബ്ലോക്കിനെ നമ്മൾ അഗെയിൻ ക്യാഷിലേക്ക് കൊണ്ടുവരും. സോ ഇതാണ് റൈറ്റ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഹിറ്റും ഉണ്ട്, ക്യാഷ് മിസ്സും ഉണ്ട്. ക്യാഷ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ വേണ്ട സാധനം ആദ്യം ക്യാഷിൽ നോക്കുമ്പോൾ ഉണ്ട്, കിട്ടി, അതാണ് ക്യാഷ് ഹിറ്റ്. ക്യാഷ് മിസ്സോ, റീഡ് ഹിറ്റോ? റീഡ് ഹിറ്റ് നോക്കി. റൈറ്റ് ഹിറ്റ് എന്താ? റൈറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് റെപ്ലിക്ക ക്യാഷിലുണ്ടോ എന്ന് നോക്കുക ആദ്യം. ക്യാഷിലുണ്ടെങ്കിൽ അതിനെയും അപ്ഡേറ്റ് ചെയ്യും, റൈറ്റ് ചെയ്യും, മെയിൻ മെമ്മറിയിൽ അതിനെയും റൈറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്യാഷ് മിസ് എന്ന് പറയുമ്പോൾ ക്യാഷിൽ നമുക്ക് വേണ്ട ഡാറ്റ ഇല്ല. അപ്പോൾ റീഡിങ് ആണ് ചെയ്യേണ്ടതെങ്കിലോ ക്യാഷിൽ വേണ്ട ഡാറ്റ ഇല്ല എങ്കിൽ നമ്മളത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത ഒരു ഫുൾ ബ്ലോക്കിന്, ഒരു സെറ്റിനെ തന്നെ കൊണ്ട് ക്യാഷ് മെമ്മറിയിൽ വയ്ക്കും. ആവശ്യമുള്ളതിനെ മാത്രം പ്രോസസ്സറിലേക്ക് കൊടുക്കും. ഇനി റൈറ്റ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിലോ, റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ റെപ്ലിക്ക ക്യാഷിലില്ല. സോ മെയിൻ മെമ്മറിയിൽ പോയിട്ട് അത് റൈറ്റ് ചെയ്യും. എന്നിട്ട് റൈറ്റ് ബാക്ക് പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്ലോക്കിനെ നമ്മൾ ക്യാഷിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് വയ്ക്കും ഫ്യൂച്ചർ ആക്സസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്. ഇനി അടുത്ത പഠിക്കാനുള്ളത് മാപ്പിംഗ് ഫങ്ഷൻസ് ആണ്.